ഹലോ, നമസ്കാരം. ഞാൻ മുരളീധരൻ കൊടിയിൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫേസ്ബുക്കിൽ വന്നൊരു വാർത്തയാണ്. നമ്മുടെ ശ്രീമാൻ അച്യുതാനന്ദൻ സാർ, മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങേക്ക് ദൈവവിശ്വാസമില്ലാത്തതെന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലങ്ങളിൽ 5 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അമ്മ ബസൂരി വന്ന് മരണശയ്യയിൽ കിടക്കുകയും അന്ന് അദ്ദേഹത്തിന്റെ അറിവനുസരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അമ്മ മരണപ്പെട്ടു. അതിനുശേഷം വലിയ വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനും മരിച്ചു. അപ്പോ അനാഥമായ ഒരു ജീവിതം, അന്നത്തെ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അതിനുശേഷം പിന്നെ ദൈവത്തെ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത്. ഈ പോസ്റ്റിട്ട ആളോട് ആയി എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഓരോ മനുഷ്യ ജന്മവും ഓരോ കർമ്മങ്ങളും ഓരോ നിയോഗങ്ങളുമാണ്. കാരണം നമ്മൾ നടക്കുമ്പോൾ തന്നെ നമ്മുടെ പാദസ്പർശമേറ്റ് അനേകം ജീവികൾ കൊല്ലപ്പെടുകയും അവർക്ക് അതുവഴി മുക്തി നേടുകയും ചെയ്യുന്നു എന്നുള്ളതും ഒരു നിയോഗമാണ്. എന്നാൽ അദ്ദേഹത്തിന് കൂടുതൽ വിദ്യാഭ്യാസമോ മറ്റു സുഖ സൗകര്യങ്ങളോ കിട്ടിയിട്ടില്ല എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ 7ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തവും നിർത്തി എന്നാണ് പറയുന്നത്. അതിൽ നിരാശനാണ് എന്നുള്ളത് മറ്റൊരു സത്യം. പക്ഷെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു കറുപ്പും ഒരു വെളുപ്പുമുണ്ട് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറുള്ളതിൽ 12 മണിക്കൂർ മാത്രമാണ് നമുക്ക് വെളിച്ചം. 12 മണിക്കൂർ നമുക്ക് ഇരുട്ടുമാണ്. ആ ഇരുട്ടിനെ ദുഃഖത്തിന്റെയും വെളിച്ചത്തെ സന്തോഷത്തെയുമാണ് നമ്മൾ ഉദാഹരണമാക്കുന്നത്. എന്നാൽ അന്ന് അദ്ദേഹത്തോടൊപ്പം ഉന്നത പഠനം നടത്തിയിട്ടുള്ളവരും ഉന്നത കുലത്തിൽ പിറന്നവരുമായ സമ്പന്നരുടെ മക്കള് ഇന്ന് അറിയപ്പെടുന്നില്ല. എന്നാൽ ദൈവം അദ്ദേഹത്തിനെ ആ ഉന്നത സ്ഥാനം മാത്രമല്ല, അദ്ദേഹത്തിനെ ഒരു രാജ്യം ഭരിക്കുന്ന രാജാവാക്കി മാറ്റി എന്നുള്ളതാണ്. എന്നാൽ ഈ വലിയ പഠനം നേടിയവരെല്ലാം അവരുടെ അതേ രൂപത്തിൽ പഠിച്ചവരെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ആജ്ഞാനകൃതികളായി മാറിയ ഒരു നിയമവും ദൈവം വരുത്തിച്ചു എന്നുള്ളതാണ്. എന്നാൽ ആ കിടക്കയിൽ തന്നെ, അല്ലെങ്കിൽ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന രൂപത്തിൽ തന്നെ ദൈവം ഇട്ടില്ല. അതാ ഞാൻ പറയുന്നത്, ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു പകലുമുണ്ട് ഒരു മനുഷ്യ ജീവിതത്തിൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ സമ്മിശ്രമായാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ ചോദിക്കാം, അത് അദ്ദേഹത്തിന്റെ കഴിവല്ലേ? തീർച്ചയായും കഴിവ് തന്നെയാണ്. എന്നാൽ ആ കഴിവ് എവിടെ നിന്ന് കിട്ടുന്നു? ഞാൻ അതിനൊരു ഉദാഹരണം പറയാമെങ്കിൽ, എന്റെ അടുത്തറിയാവുന്ന ഒരു സ്ത്രീ, അവരൊരിക്കൽ ഉറങ്ങി എണീറ്റ് രാവിലെ അവർക്കൊന്നും അറിയാൻ വയ്യ. അവരുടെ മക്കളെ അറിയില്ല, അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല, അവരെവിടെ ജനിച്ചു എന്ന് പോലും അറിയില്ല. അതിനുശേഷം അവരെ കൊണ്ടുവന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ, എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അവരുടെ തലച്ചോറിനകത്ത് 2 തുള്ളി രക്തം കട്ട പിടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ദൈവത്തിന്റെ ഒരു നിയോഗവും. കാരണം ദൈവം വിചാരിച്ചാൽ അതേപോലെ ഇന്ന് ഏറ്റവും വലിയ സമ്പന്നനോ ബിസിനസ്സുകാരനോ ആയ ഒരു വ്യക്തിയാക്കി മാറ്റാം. എന്നാൽ തെരുവിൽ ചെളിവെള്ളത്തിലും ചെളിയിലും ഒക്കെ കിടന്ന് ജീവിക്കുന്ന ജീർണ വസ്തുവുമായി അവരുടെ വസ്തുക്കൾ എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ഒരു വ്യക്തിയാക്കി മാറ്റുന്നതിനും അവരെ ദൈവം വിചാരിച്ചാൽ മതിയാകാം. അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയുന്നതിലാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ഞാൻ 100ഓളം മഹത്വചനം എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യം എഴുതിയിട്ടുള്ളത്, വലിയവനായ ആന പോലും അന്ത്യത്തിൽ ചെറുപുഴുക്കളുടെ ഭോജനമായി ഭവിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ മറ്റൊന്ന് എഴുതിയത് ആണെങ്കിൽ, അജ്ഞാനി ദൈവകൃപയാൽ ജ്ഞാനിയാകുന്നത് പോലെ ദൈവകൃപയുണ്ടെങ്കിൽ രാജാവാകാൻ കൊട്ടാരത്തിൽ തന്നെ ജനിക്കണമെന്നില്ല. നമ്മുടെ നാട് ഭരിക്കുന്ന ഭരണാധികാരികളുടെയും അവസ്ഥകളൊക്കെ അത് തന്നെയാണ്. ഇതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും വരുന്നതാണ്. നമസ്കാരം.